ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള പഴയ ടോർച്ചുകളൊക്കെ, അതായത് ഈ ഒരു കമ്പനി, ഏത് കമ്പനി ആയാലും ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഡിജിട്രോൺ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇതിൻ്റെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ സാൻഫോർഡ് എന്നാണ്. ഏതൊരു ടോർച്ച് എടുത്താലും അതിൻ്റെ ഒരു കമ്പനിയുടെ പേര് ആ ടോർച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് കമ്പനിയുടെ ടോർച്ചായാലും അതങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ടോർച്ച് ഇപ്പോൾ ഞാൻ ശരിയാക്കിയതാണ്. അത്യാവശ്യം പോലെ പഴയ പോലെ തന്നെ ഇപ്പോൾ അത് കത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് ശരിയാക്കാനുള്ളത് ഈ ഒരു ടോർച്ചാണ്. ഇതിപ്പം ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോർച്ച്, ഏതൊരു ടോർച്ച്, അതായത് ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്നില്ലെന്നുള്ളതാണ്. കത്തുന്നില്ലെന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ടോർച്ചിൻ്റെ ചാർജർ വെച്ചിട്ട് ഈ ടോർച്ചൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ആദ്യം ചാർജ് ചെയ്ത് നോക്കിയിട്ട് ഇത് കത്തുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചാർജർ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ടോർച്ച് ഫുള്ളായിട്ട് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം അതിൻ്റെ പുറകിലത്തെ ആ ഒരു അടപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ബാറ്ററി എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പൈപ്പ് വരുന്ന ഭാഗം ഒന്ന് അഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഗ്ലാസും റിഫ്ലക്ടറൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. റിഫ്ലക്ടറും പതുക്കെ അഴിക്കുക. അതിനുശേഷം ഡിജിട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ടോർച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇവിടുന്ന് ഒരു അഴിക്കാനുള്ളൊരു പോർഷനും കൂടെ കാണും. ഈ ഒരു കമ്പനിയിലൊക്കെയാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടുവരുന്നത്. സാൻഫോർഡിൻ്റെ ടോർച്ചൊന്നും ഇവിടുന്ന് അഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ടോർച്ചൊക്കെ ഇങ്ങനെ നമുക്ക് അഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം അഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം അത് അഴിച്ച് ഫുള്ളായിട്ട് പാർട്സാക്കി വെക്കുക. പിന്നെ ഇവിടുന്ന് ഇവിടെ ഒരു അടപ്പ് പോലുണ്ട്. ഈ ഒരു ലൈറ്റിനെ അവിടെ തന്നെ ഇരുത്തുന്നതാണിത്. അപ്പോൾ ഇത് നമ്മൾ കൈവച്ചോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഊരി വരും. അപ്പോൾ അതും കൂടെ ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അഴിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ലൈറ്റ് കറക്റ്റായിട്ട് നിർത്തുന്ന ഒരു ഗ്രില്ല് പോലൊരു സാധനമുണ്ട്. അതും അതിപ്പോൾ താഴോട്ട് വീണ്. അപ്പോൾ അത്ര അഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ കാണാം. ആ ബാക്ക് പോർഷൻ പതിയെ ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന അതിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളെല്ലാം ഇറങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് കാണാം, റബ്ബർ ബുഷ്, അത് മസ്റ്റായിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ ഇത്രയാണ് സ്വിച്ചിൻ്റെ ആ ഒരു റബ്ബർ ബുഷായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇത്ര അങ്ങോട്ട് മാറ്റി വെക്കുക. അത് നമുക്ക് ആവശ്യം വരുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇനി ഈ ഡ്രൈവർ ബോർഡ് ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതിനകത്തൊരു വയറ് വിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടഴിച്ചിട്ട് ഈ ഒരു ഡ്രൈവർ ബോർഡ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മുടെ ലൈറ്റിൽ നിന്ന് വരുന്ന ഒരു വയർ ഇവിടെ വിട്ട് കിടക്കുകയാണ്. ഒരു ചുമല കളർ വയർ പോസിറ്റീവ് വിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വയർ നമുക്കത് പിടിപ്പിച്ച് കൊടുക്കണം. വയറിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ടോർച്ചിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ടോർച്ചിൻ്റെ ഏത് പ്രശ്നമായാലും അതിന് ചിലപ്പോൾ സ്വിച്ച് ആയിരിക്കും. സ്വിച്ച് കംപ്ലൈൻ്റ് ആണെങ്കിൽ സ്വിച്ച് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് പുതിയൊരു സ്വിച്ച്, ഈ ഒരു സ്വിച്ച് ഇലക്ട്രോണിക്സ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് നമുക്ക് തിരിച്ചെടുക്കാം. അവർ ഈ അളവിൽ തന്നെ നമുക്ക് തരുന്നതായിരിക്കും. 10-30 രൂപയൊക്കെ ആവത്തുള്ളൂ. പിന്നെ ഈ ഒരു ചിലതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ റബ്ബർ ബുഷ് പൊട്ടിപ്പോയതായിരിക്കും. റബ്ബർ ബുഷ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 20 രൂപയ്ക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ ചിലപ്പോൾ ലൈറ്റ് പോയതായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നതാണ്, വാങ്ങാൻ കിട്ടുന്നതാണ്. ടോർച്ചിൻ്റെ സ്പെയർ പാർട്സൊക്കെ കിട്ടുന്ന കടയിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ഇതിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഇത് DC സോക്കറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ്. നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിനായിരിക്കും മിക്കവും പ്രശ്നം വരുന്നത്. ചിലർക്ക് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ DC വോൾട്ടിൽ 20 വോൾട്ടിലേക്ക് ഇടുക, ഈ ഒരു 20ലേക്ക് ഇടുക. അപ്പോൾ ഇതാണ് നമ്മൾ DC വോൾട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ ക്രോബുകൾ എടുക്കുക. മൾട്ടിമീറ്ററിൻ്റെ ക്രോബ് പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ബാറ്ററി, ഞാനിപ്പോൾ കുറേ നേരം ചാർജ് ചെയ്തു.
ചാർജ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പ്രോബ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് വെച്ചിട്ട് നെഗറ്റീവ് പ്രോബ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജ് കാണാം. ഇപ്പോൾ ബാറ്ററി ഫുൾ ചാർജാണ്. ഞാൻ കുറേ നേരം കുത്തിയിട്ടിരുന്നു ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഇല്ല. 3.85 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ബാറ്ററി കുഴപ്പമില്ല, ബാറ്ററി നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വയർ വിട്ടുപോയത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടേത് എന്ത് കംപ്ലൈൻ്റ് ആയാലും ബോർഡിനായിരിക്കും അല്ലെങ്കിൽ ബാറ്ററിക്കായിരിക്കും. ബാറ്ററിയും നമുക്ക് മാറാൻ പറ്റും. ഈ ഒരു ബാറ്ററി നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് മാറിത്തരുന്നതായിരിക്കും. വലിയ ചിലവ് വരത്തില്ല. 100, 150, 300 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഈ ഒരു വയർ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു വയർ ഫുള്ളായിട്ട് മാറുവാണ്. അപ്പോൾ ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഞാൻ ആ വയറൊന്ന് മാറ്റുവാണ്. സോൾഡറിങ് ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആ വയർ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. പോസിറ്റീവും നെഗറ്റീവും ഓർത്ത് വെക്കുക. വലിയ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം പോസിറ്റീവ് നെഗറ്റീവ് എവിടെ ആയിരുന്നു എന്ന്. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ്. ഞാനിപ്പോൾ ഇവിടെ സോൾഡറിങ് വെച്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം വയർ നമ്മളൊന്ന് റിമൂവ് ചെയ്യുക. ഈ ഒരു ഹീറ്റ് സിങ്കിൽ നിന്നും ഒരു വയർ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് പോസിറ്റീവ് വരുന്നിടത്ത് പോസിറ്റീവ് വയറും നെഗറ്റീവ് വയറും നമ്മൾ സോൾഡർ ചെയ്ത് നോക്കുകയാണ് ഞാനിപ്പം. ഇപ്പം ഞാൻ സോൾഡർ ചെയ്തെടുത്ത് ചെയ്യാം. ഇപ്പം ഞാൻ ലൈറ്റിൽ പുതിയ വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഹീറ്റ് സിങ്കിനകത്തൂടെ നമുക്ക് ഒരു ലൈറ്റ് ഇറക്കാൻ വെളിയിലോട്ട് 2 ഹോളുണ്ട്. അതിലേക്കാണ് നമ്മുടെ വയർ ഇറക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ലൈറ്റ് ഇവിടെ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ആയിരുന്നു. ഇനി നമുക്ക് ഈ ലൈറ്റ് ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ നെഗറ്റീവ് നേരത്തെ ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഇപ്പുറത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് സോൾഡർ ചെയ്തോട്ടെ. അപ്പോൾ ഞാനിവിടെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റിൽ നിന്ന് ഡ്രൈവർ ബോർഡിലേക്ക് വളരെ നല്ലപോലെ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കൂട്ടിമുട്ടാത്ത രീതിയിൽ വേണം സോൾഡർ ചെയ്യാൻ. ഉറപ്പിനായിട്ട് നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്യുക. ഇനി നമുക്കിത് പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുക. ടോർച്ചിൻ്റെ ബോഡിയിലോട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ 2 കൂടുണ്ട്. ആ ഒരു കൂടിനകത്തോട്ട് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോർഡ് എടുത്തിട്ട് ഫസ്റ്റ് അതിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അച്ചും പിന്നെ കുറേ ഹോളും ഒക്കെ ഉണ്ട്. ഈ ഒരു ഹോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു ഹോളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വെച്ചിട്ട് ലൈറ്റ് എങ്ങും വെക്കുന്നില്ല, നമ്മൾ ലൈറ്റ് അതിനകത്താണ് വെക്കുന്നത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ വയറായിട്ട് ഇങ്ങനെ വെളിയിലോട്ട് പോകും. അതിനുശേഷം നമുക്ക് ഈ ഒരു അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ബോർഡ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടച്ചിട്ട്, ഇത് ഇത്രയും കൂടെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോർഡ് എടുത്തിട്ട് റബ്ബർ ബുഷ് കാര്യങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കുക. റബ്ബർ ബുഷ് ഇട്ട് കൊടുത്തിട്ട് ഇത് അകത്തൂടെ ആണ് ഇടുന്നത്, പുറകിൽ കൂടെ അല്ല, ഫ്രണ്ടിൽ കൂടെ ആണ് ഇടുന്നത്. അപ്പോൾ ഇതുണ്ട് റബ്ബർ ബുഷ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇടുക. അപ്പോൾ ഞാനതൊന്ന് ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് വർക്കിംഗ് ആണ്, ഓക്കെയാണ്. പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് നോക്കാം. ചാർജ് ചെയ്യുന്ന സ്ഥലം കറക്റ്റായിട്ട് ഇതിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കാം. വീണില്ലെങ്കിൽ ഒന്നും കൂടെ അഴിച്ചിട്ട് കൃത്യമായിട്ട് ഇടുക. അപ്പോൾ ഇതിനകത്ത് ചാർജിങ് ഓക്കെയാണ്. ചാർജിങ് വീഴുന്നുണ്ട്. ചാർജർ ഒന്ന് ഇട്ടും കൂടെ നോക്കാം. ഓക്കെയാണ്, വീഴുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി കറക്റ്റായിട്ട് ലൈറ്റ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ആ ഒരു മുമ്പേ നമ്മൾ അഴിച്ച് മാറ്റിയ 2 ഗ്രില്ല് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചില ടോർച്ചിന് ഇങ്ങനെ ആയിരിക്കത്തില്ല, ചില ടോർച്ചിന് അതിൻ്റേതായ രീതിയിലായിരിക്കും. ഓരോ ടോർച്ചിനും ഓരോ രീതിയിലായിരിക്കും. ഗ്രില്ല് കാര്യങ്ങൾ ഇട്ടിട്ട് ഞാൻ അടയ്ക്കേണ്ട ആ ഒരു അടപ്പ് ഇട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ഹെഡിൻ്റെ പോർഷൻ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ഹെഡ് പോർഷനും കൂടെ ഇട്ട് കൊടുക്കാം.
റിഫ്ലക്ടറാണ്. റിഫ്ലക്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു ചില്ല്, അപ്പോൾ ഒരു ചില്ല് ഇളകി പോകുന്നതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി ഇട്ടിട്ട് പഴയ പോലെ തന്നെ അടച്ചെടുക്കാം. അപ്പോൾ എല്ലാം പഴയ പോലെ തന്നെ അടച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടോർച്ചൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ടോർച്ച് ഇവിടെ കത്തുന്നുണ്ട്. അല്പം കൂടെ ചാർജ് കയറാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസും ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.